ഓ വന്നാ നിങ്ങൾക്ക് എവിടെ പോയി കിടക്കരുത് മനുഷ്യ? എത്ര നേരം ഞാൻ ഈ വെയിലത്ത് പിടിച്ചോണ്ടിരിക്കണെന്നറിയോ? അപ്പൊ നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഞാനും കൂടി വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വന്ന് വാങ്ങിയിട്ട് പോയാ മതിയെന്ന്. നിങ്ങളായിട്ട് ഞാൻ ബേക്കറി വന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. അതെന്താടി നിന്റെ കൂടെ തന്നെ ബേക്കറി കാണിക്കാൻ കൊള്ളൂലേ? ബേക്കറി കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ബേക്കറി പോയി അത് വാങ്ങിക്കണ്ട, ഇത് വാങ്ങിക്കണ്ട, അത് തൊടരുത്, ഇത് തൊടരുത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കാൻ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഈ ചാക്ക് കണക്കിന് സാധനമായിട്ട് പോയിട്ട് അവിടെ മല മറിക്കാനൊന്നും അല്ലല്ലോ, അനിയത്തിയുടെ വിശേഷം അറിയാനല്ലേ. എന്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂല്ലോ. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. നീ ഇവിടെ കിടന്ന് കഥ പറയണ്ട, എല്ലാം കിട്ടിയില്ല ആവശ്യത്തിന്. എന്നാ കേറാൻ നോക്ക്. നിങ്ങളുടെ കൂടെ വന്നെങ്കിൽ ഒന്നും കിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ഇരുന്നാ? ആ അല്ല ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് ഉണ്ട് തേനാ. നിങ്ങളുടെ ഹെൽമെറ്റ് അല്ലേ? എന്റെ ഹെൽമെറ്റ് എവിടെ? നിനക്ക് ഹെൽമെറ്റ് മേടിച്ചിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോട് രാവിലെ ഓഫീസിൽ പോകുമ്പോ പറഞ്ഞല്ലോ മനുഷ്യ ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് വരണമെന്ന്. ഞാൻ നിനക്ക് ഹെൽമെറ്റ് മേടിക്കാൻ നടക്കില്ല, ഞാൻ ഓരോ കാര്യത്തിന് പോയേക്കായിരുന്നു. എന്റെ മനുഷ്യ പുറകിലുള്ളവർക്കും ഹെൽമെറ്റ് വേണമെന്ന് ഇന്നലെ മുതൽ നിർബന്ധാക്കിയതല്ലേ? ആടി അത് ഇന്നലെ മുതലല്ലേ, ഇന്നൊന്നും ശ്രദ്ധിക്കൂല. നമുക്ക് ഈ അടുത്ത് വരെ പോകാനല്ലേ, നീ കേറിക്കോ. നിങ്ങളുടെ പിശയ്ക്ക് കാരണം അതിലും കൂടുതൽ പൈസ ഫൈൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഞാനില്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ. അപ്പൊ നീ ഹെൽമെറ്റ് ഇല്ലാതെ വരില്ല? ഇല്ലാന്ന് പറഞ്ഞില്ലേ? എവിടെ ചെന്നാണ് ഇപ്പൊ ഇവക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കണത്? സമയത്ത് പോയി വാങ്ങിക്കാം. അല്ലാതെ ഇഷ്ടം പോണ്ടാവും. എന്തിട്ട് നോക്കിക്കുന്നേ? ഉണ്ടായി കറി അല്ല നിങ്ങളിപ്പോ എന്തിട്ട് കാണിച്ചേ? എന്തിട്ട് കാണിച്ചെന്ന്? ഹെൽമെറ്റ്. ഇത് വല്ലോന്റെ ഹെൽമെറ്റ് അല്ലേ? എടി അതെന്റെ സുഹൃത്ത് ഉദയന്റെ വണ്ടിയാണ്, 9084. എനിക്കറിയാവുന്ന. ഏത് ഉദയൻ? ആ പെയിന്റിങ്ങിന് തന്നെ ഉദയൻ. അവനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം, നീ ഇത് വെക്ക്. അല്ല അപ്പൊ ഉദയന് വേണ്ടല്ലോ ഹെൽമെറ്റ് വൈകിട്ട്? ഉദയന്റെ കാര്യം അന്വേഷിക്കാതെ വെച്ചിട്ട് കയറി. ഞാൻ വിളിച്ചു പറയാന്ന് പറഞ്ഞില്ലേ? ഓ ഇത് എന്തൊരു നാറ്റാണത്. അവൻ ചെറിയ വലിയും കുടിയൊക്കെ ഉള്ളതാണ്. നീ ആ ഗ്ലാസ് പൊക്കി വെച്ചിട്ട് വെക്ക്. ഇതൊക്കെ ഹെൽമെറ്റ് വെക്കാതെ വല്ല കട്ടയിലും ചാടി ചാകണതാണല്ലേ. ഇരുന്നാ? ഉണ്ടല്ലോ. ആ ഇരുന്നു പൊക്കോ. എന്റെ കാലുമിലല്ല ചവിട്ടുന്നത്. ഇരുന്നാ? ആ ഇരുന്നു. ഒന്ന് പതുക്കെ പൊക്കട്ടുള്ളത് തൊടാല്ലോ. എടി മണ്ടോ, ഇവിടെ എന്താ കാണിക്കണ അവിടെ? മണ്ടേ നീ വരുന്നില്ല ഇവിടെ? എന്തോടെ നേരായി നിക്കണത്? വായങ്ങള് എന്തോരം നേരോടി ഒരുങ്ങാനായിട്ട്. പിന്നെ 5.5 മീറ്റർ സാരി ഉടുത്ത് തീരണ്ടേ? തീരണ്ടേ? എന്താ ഇവിടെ കയറിയിരിക്കണ്? പോണ്ടേ? പൊക്കോ. വണ്ടി എടുക്ക. വണ്ടി എടുക്കണേ, തമാശ കളിക്കല്ലേ? വാ. അല്ലെ ഇരിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ പോകുന്ന. പിന്നെ ഞാൻ വണ്ടി ഓടിക്കില്ലെന്ന് നിനക്കറിയാലോ. നിങ്ങക്ക് നാണുണ്ട് ശീതളേട്ടാ. ഞാൻ എന്തിനാണ് കാണിക്കുന്നത്? നിന്റെ മുന്നിലല്ലേ പറഞ്ഞേ. ഇത്രയും പ്രായമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. എടി ഞാൻ ഓടിക്കാനാണ് എന്തോരം പ്രാവശ്യം പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്ത് അതും കഴിഞ്ഞ ആ ടെസ്റ്റിന്റെ സമയത്ത് 8 എടുക്കുമ്പോ 8 8 16 എന്ത് ചെയ്യാനാണ്? എടുക്ക് ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഞാൻ നിന്റെ തലയില്. അതല്ല നിങ്ങളുടെ ഹെൽമെറ്റ് എവിടെ? വേറെ ഹെൽമെറ്റ് ഇല്ല, ആകെതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞല്ലേ? ആകെ മറന്നു. നീ വണ്ടി എടുക്കുമ്പോ തൽക്കാലം. എന്താണ്? ഞാൻ വന്നില്ല. നീ കളിക്കല്ലേ പണ്ട് നേരമില്ലാന്ന് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണമെന്ന് നിർബന്ധമാണ്. എടി ഇത് എന്ത് നിയമോ? നീ എന്തെന്ന് വിചാരിച്ചിട്ടാണ്? ഈ പോലീസുകാർക്ക് വരെ പണിയില്ലേ? ചത്ത നമുക്കല്ലേ പോണം, അവർക്ക് എന്താണ് നിയമം കൊണ്ടുവരണേ? ഈ ഫ്ലൈറ്റിൽ അപകടം ഉണ്ടാവൂലേ, കപ്പലിനകത്ത് ഉണ്ടാവൂല അപകടം? അപ്പൊക്കെ എന്താണ് എല്ലാവരും ഹെൽമെറ്റ് വെച്ചിരിക്കാതല്ലേ? എന്നാ പിന്നെ വലിയ കാര്യം പറയണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഫ്ലൈറ്റിന് സമയം പോലെ വന്നേക്ക്, ഞാൻ പൊക്കോളാം.
ഇന്നിപ്പോ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. എന്ന് പറഞ്ഞ പോലീസ് എന്നെ പിടിക്കൂന്ന്. ഇല്ല, നിന്നെ പിടിച്ചാ പിടിക്കൂല. നീ വണ്ടി എടുക്ക്. അത് മാത്രല്ല, നമ്മള് വണ്ടി പോകുമ്പോ എനിക്ക് ഹെൽമെറ്റ് ഉണ്ട്. ആ ഉണ്ടല്ലോ. ഇത് എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണ് നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ കെട്ടാനൊന്നും പറ്റൂല. അയ്യടാ, എവിടെ വരെ എത്തി കഥ? അങ്ങനെ എന്നെ കൊന്നിട്ടേ നീ വേറെ കെട്ടണ്ട. നീ എടുക്ക്, വണ്ടി എടുക്ക്. എനിക്ക് സൗകര്യമില്ല. ഹെൽമെറ്റ് ഇല്ലാതെ ഇവിടുന്ന് പോവില്ല. നിയമമൊക്കെ പാലിക്കാനുള്ളത് തന്നെയാ. എടി മണ്ടു, ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കല്ലേന്ന്. എന്താ ശീതളേട്ടാ രണ്ടുപേരും കൂടി രാവിലെ? എന്താ മണ്ടുവിനൊരു ബൈക്ക് ക്ലബ്ബിയും പോലെ. ഇല്ല, എന്താ നീ എന്താ വന്നേ? അതെ, ചേഞ്ച് ഇരിപ്പുണ്ടാവോ? എത്രയുടെ എത്രയുടെ ഇല്ല, എനിക്കൊരു 250 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായി. തപ്പണപ്പോ ഞാൻ വിചാരിച്ചു 2000-ന്റെ ഇല്ല, പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോ ശീതളേട്ടൻ ഇവിടെ ഉണ്ട്, അപ്പൊ ഒന്ന് ചോദിക്കാലാന്ന് കരുതിയിട്ടാണ്. എന്റെ ചില്ലറ ഉണ്ട്, പക്ഷെ ചില്ലറ ഉള്ളൂ. അത് എനിക്ക് ഒരു ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണേടാ. ഹെൽമെറ്റ് മേടിക്കാനാണോ? ഹെൽമെറ്റ് മേടിക്കാനാ. അന്നിങ്ങടെ തന്നേരം അത്. അപ്പൊ എനിക്ക് ഹെൽമെറ്റ് മേടിക്കണ്ടേ? ശീതളേട്ടന് ഹെൽമെറ്റ് പോരെ? എന്റെ അടുത്തൊരു ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ തരാം. പഴയതാ? പഴയതൊന്നുമല്ല, വലിയ പഴക്കമൊന്നുമില്ല. എനിക്കേ ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് അടച്ചതിന് ബാങ്കിൽ നിന്ന് ഒരു കോംപ്ലിമെന്റ് തന്നതാണ്. അങ്ങനെ കൊടുക്കണ്ട? പിന്നെ കൊടുക്കണല്ലേ. ലോൺ അടച്ചവർക്ക് എന്തിനാണ് ഹെൽമെറ്റ്? അടിയൊന്നും കൊള്ളൂല. ഇല്ല, അപ്പൊ അവര് നമ്മൾ അന്വേഷിച്ചാൽ കണ്ടില്ലെങ്കിൽ പേര് നോക്കിട്ട് വന്ന് പിടിക്കാല്ല. നിന്റെ ഉണ്ടാ വേറെ? എന്റെ ഒന്നുമില്ല. ഇതിപ്പോ ഹെൽമെറ്റ് ഉണ്ടാവിടാ? ഉണ്ടെന്ന് വേണ്ടോ, ഇന്നലെ ഞാൻ വൈഫിനെ വെച്ച് വീട്ടിൽ വരെ കൊണ്ടുവന്നതല്ലേ, അപ്പൊ അത് അങ്ങോട്ട് കൊടുത്തേക്ക. ഇപ്പൊ നമ്മള് കടം മേടിച്ചെന്ന് വേണ്ട. അല്ല, ഞാൻ ഈ ഹെൽമെറ്റ് തരുമ്പോ അതിന്റെ പൈസ ആയിക്കോട്ടെ, അപ്പൊ തിരിച്ചു കൊടുക്കണ്ടല്ലോ. തിരിച്ചു തരലൊന്നുമില്ലല്ലോ. 250 അല്ലേ? 250. എന്നൊന്ന് വേഗം എടുത്തോണ്ടോ. നല്ലതാണാ? നല്ല ഓറഞ്ചും വൈറ്റും കളർ, ISI മാർക്ക് ഉള്ളത്, നല്ല സ്ട്രോങ് സാധനം. ഒന്ന് വേഗം എടുത്തോണ്ടോ. പോരാട്ടോ. ദൈവം കൊണ്ടുവന്നാ കേട്ടോ. കാശ് എത്രയാണെന്ന് അറിയോ? 10,000 ചില്ലാൻ രൂപ ഹെൽമെറ്റിന്. വലിയ ലാഭം. 250 രൂപ എന്താ ലാഭമല്ലേ? ഓ, ഈ എല്ലാത്തിനും ദേഷ്യം പിടിക്കണ എന്താ? ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖം മാറുന്നില്ല. ഹെൽമെറ്റ് കൊണ്ടിരിക്കുന്നത് നിന്റെ മുഖം. ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരട്ടെ, എന്നിട്ട് മുഖം മാറ്റാം. പോണ വഴിക്ക് മേടിക്കാം, വണ്ടി എടുക്കും. ഞങ്ങള് മോനൊക്കെ എന്നാണ് ചെയ്യുന്നത്? മോനിപ്പോ ഇവിടെ ഇല്ല, മോൻ ദുബായിലാണേ. അതെയാ? നല്ല ജോലി ഉണ്ടാടാ? പിന്നെ അവൻ നല്ല ജോലിക്കാരനാണ്. അതെയാ? മോളിപ്പോ മോളിപ്പോ എറണാകുളത്തുണ്ട്. അതല്ലേ? മോളെ ഭർത്താവോ? ഭർത്താവ് ഒരു അലവലാതിയായിട്ട് നടക്കാണ്. അതെയാ? ഒന്നും പണിയെടുക്കൂല? പണിയെടുക്കൂലെന്ന് വെച്ചാല് പണിക്ക് പോയിട്ടുണ്ട് പണിയെടുക്കാൻ. അല്ല സുമേഷ് ചേട്ടാ, എങ്ങോട്ടാണ്? ഞങ്ങൾ ചന്ത വരെ പോകണം. നടക്കാണ് വയസ്സാം കാലത്ത് കേറി വണ്ടി കയറി. വണ്ടിയില്ല? പോലീസ് പിടിക്കുന്നു. അത് നിങ്ങൾ കട്ടാ? അല്ലെന്ന്, ഹെൽമെറ്റ് തലയിൽ വെച്ചില്ലേ പോലീസ് പിടിക്കും. ഓ, അതാണ് പ്രശ്നം. അപ്പൊ നിയമം നോക്കി നടക്കുകയാണല്ലേ? ഇത് കണ്ട നിങ്ങൾ എന്റെ ഹെൽമെറ്റ് അത് ഞാൻ എന്റെ തലയിൽ വെച്ചിക്കണ്. എന്റെ ഹെൽമെറ്റ് ഇതാ. ഇതേ അവിടെ വെക്കാനുള്ളതല്ല, അത് തലയിൽ വെക്കാനുള്ളതാണ്. നിയമം പോലെ നമ്മൾ പാലിച്ചോളാം. അതൊക്കെ ഞമ്മക്കറിയാം. പക്ഷെ ഇത് ഇട്ടാണ്ടല്ലോ, ഇതൊന്ന് ഇട്ട് നോക്കണം നിങ്ങള്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ചൂടും പോച്ച മുടിയൊക്കെ കൊഴിഞ്ഞു പോവാന്ന്. അതുകൊണ്ട് ഞാൻ പോലീസിനെ കാണുമ്പോ നമ്മളിതൊന്ന് എടുത്തു വെക്കൂ. അന്ന് പൊടിയിടായി കയറി. ഞാൻ കയറൂല. പോലീസ് പിടിച്ച ഫൈന് ഞാൻ കൊടുത്താ പോരെ? എന്നാ പിന്നെ ഞാൻ കയറാം. നിങ്ങളാരാ? എന്റെ കൂട്ടുകാരാണ്. അച്ഛൻ പിന്നെ 2 ആൾ കയറി ജോലിയാക്കി പോവാ. അപ്പൊ പോലീസ് എന്നെ പിടിക്കൂലേ? നിങ്ങളെങ്ങനെ പിടിച്ചേ? ഹെൽമെറ്റ് ഇടാണ്ട്? മൂന്നാമതല്ല നിങ്ങൾ ഇരിക്കണേ. മൂന്നാമത്തെ ആൾക്ക് ഹെൽമെറ്റ് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ ആൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ പോവുക. ഇറങ്ങണില്ല. ഇറങ്ങൂ, അങ്ങോട്ട് ഇറക്കിക്കൂടി. അല്ലല്ല, കാലും കൊണ്ട് ഒന്ന് പൊക്കി വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ കയറിക്കോളി. അല്ല, ഇത് ഇങ്ങനെ ഉന്തിയാലിപ്പോ ഞാൻ എങ്ങനെ പോവാ? വണ്ടി ഓടിക്കാൻ പറ്റില്ല. കുറച്ച് പുറകോട്ടിരിക്കും. ശരി, ഇത്തിരി സ്ഥലം തന്നപ്പോ കംപ്ലീറ്റ് അങ്ങോട്ട് എടുക്കുക നിങ്ങള്. പോവല്ലേ? പിടിച്ചെടുത്തോളിട്ടോ. പോയിക്കോളും. പോടാ പോടാ. ഒരു പ്രാക്ടീസ് നടത്തി. അതെ, നമ്മുടെ ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്താ സാറേ? ഇപ്പൊ നമ്മൾ ബോധവൽക്കരണം നടത്തി, എന്താ കാര്യം? ഫൈന് കൂട്ടി, വല്ല കാര്യം ഉണ്ടാവും. ഇപ്പൊ തന്നെ ഏകദേശം 10-30 ആയി.
ഖജനാവിലേക്ക് കാശ് വരട്ടെ സാറേ, നമുക്കെന്താ? അല്ല സാറേ, നമുക്ക് ഒരു പോലീസുകാരന് ഇപ്പൊ ഒരു ലാത്തിയല്ലേ ഉള്ളൂ. ഒരു പോലീസുകാരന് 2 ലാത്തി കൈ പിടിക്കാനുള്ള വകുപ്പുണ്ടോ? അതെന്തിനാണ് സാറേ? നമ്മളിപ്പോ വണ്ടി നിർത്താവുമ്പോ ഒരെണ്ണം വെച്ച് എറിയുമല്ലോ. കൊണ്ടില്ലെങ്കിൽ അടുത്തൊരു ലാത്തി ഉണ്ടെങ്കിൽ അതും കൂടി പരീക്ഷിക്കാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാര്യം CIന്റെ അടുത്ത് പറയാം. CA സാറിന്റെ അടുത്ത് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ 2 ലാത്തി ആക്കണ്ട, കുറച്ച് കൂടുതൽ ലാത്തി തരാൻ പറയും. അതെന്തിനാ? അല്ല, നമുക്കത് എവിടെയെങ്കിലും ഒരു സൂക്ഷിക്കാൻ ഒരു സംവിധാനം വേണം. അതിന് നമ്മുടെ മറ്റേ പുള്ളിയില്ലേ, അർജുനൻ. ഇത് തട്ടിമുട്ടിയില്ലേ? അല്ല, യുദ്ധത്തിലൊക്കെ പോണ ഒരു അർജുനനല്ലേ? നമ്മുടെ രാമായണത്തിലെ അർജുനൻ. അല്ല, മറ്റേ ഭാരതത്തിലെ മഹാഭാരതത്തിൽ. പുള്ളി അമ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം ബാക്കി വെച്ചേക്കല്ലോ, എന്താ എന്റെ പേര്? അത് മറ്റേ ഇടങ്ങഴി. അല്ല സാറേ, ആവനാഴി. അതിന്റെ ആവനാഴി. അപ്പൊ CA സാറിനോട് പറഞ്ഞു നമുക്കും അങ്ങനെ ഒരു ആവനാഴി തരാൻ പറയണം. നമുക്ക് ലാത്തി എല്ലാം കൂടെ ഇതിനകത്തൊരു 10-15 ലാത്തി ഇതിൽ കിടന്നാലും നമുക്ക് എങ്ങനെ എടുത്തിട്ട് അപ്പൊ 2 ലാത്തിയായി നമുക്ക് അറിയാമല്ലോ. ഇതാകുമ്പോ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക എറിയ അതായിരിക്കും അത്. നല്ല പോയാൽ നിങ്ങൾ പേടിപ്പിച്ചിട്ട് പിന്നെ നിർത്ത്. ഈ ഹെൽമെറ്റ് ഇത് ISI മാർക്കുള്ളതാണ്. നല്ല പോയാൽ നിങ്ങൾ പേടിപ്പിച്ചിട്ട് പിന്നെ നിർത്ത്. ഈ ഹെൽമെറ്റ് ഇത് ISI മാർക്കുള്ളതാണ്. എടാ നല്ല സ്ട്രോങ് ആണ് സാറേ, അല്ല ലോക്കലും നല്ല ഹെൽമെറ്റാണ്. ആരുടെ ഇത്? ഇതെന്റെ. എവിടുന്നാ നിനക്ക്? കാശ് കൊടുത്ത് വാങ്ങിയത്, പുതിയത് വാങ്ങിയാണ് ഇപ്പൊ. ഇതാ ഇത് നീ പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ? ആണ് സാറേ. എവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചത്? ഞാൻ ഇന്ന് രാവിലെ പൈസ കൊടുത്ത് വാങ്ങിയാണ് സാറേ. ഈ പഴയ ഹെൽമെറ്റ് ആണോടാ നീ ഇന്ന് കാശ് കൊടുത്ത് മേടിച്ച? ഇല്ല സാറേ, ഞാൻ സെക്കൻഡ് ഹാൻഡ് ഇന്ന് രാവിലെ കാശ് കൊടുത്ത് മേടിച്ചാണ് പുതിയതായിട്ട്. എന്റെ ഹെൽമെറ്റ് ആണത്. സാറിന്റെ ഹെൽമെറ്റാ? ഇതാണ് ഇന്നലെ കാണാതെ പോയത്. ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ച് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഈ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയി. സാറേ അതൊന്നും വേണ്ടട്ടാ, ഞാനും സാറിന്റെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇതൊക്കെ 70കളിലാണ്. അല്ല സാറേ, ഞങ്ങക്ക് പോകണ്ടേ സാറേ? അതെങ്ങനെ ഹെൽമെറ്റ് മോഷിച്ചിട്ട് അങ്ങനെയായിട്ട് പോവാ? സാറ് അത് മോഷ്ടിച്ചതല്ല, സത്യമായിട്ടും പ്യാരിജാതിന്റെ കയ്യിൽ നിന്ന് ഞങ്ങള് മേടിച്ചതാണ്. ഇയാളൊരു കാര്യം ചെയ്യ്, നാളെ പാരിജാതിനെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വാ. അല്ല വേണ്ട സാറേ, നമുക്ക് പോയി അങ്ങ് പൊക്കാന്നേ അവനെ. വന്നില്ലെങ്കിൽ പൊക്കാം, നാളെ അവനെ കൂട്ടിട്ട് വാ കേട്ടോ. സാറേ എന്നപ്പോ ഞങ്ങള് തൽക്കാലം ഞങ്ങക്ക് പോകണ്ടേ, അപ്പൊ ഹെൽമെറ്റ് ഇങ്ങോട്ട് തന്നാ. ഇത് കളവ് മുതലല്ലോ. എന്താണ് നിനക്ക് പറഞ്ഞ മനസ്സിലാകാത്ത? ഒരു കാര്യം ഫൈൻ എഴുതി തരാം. എന്തിനാണ് ഫൈൻ എഴുതണോ? എന്തിന്റെ ഫൈനാണ്? നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോണ്ടേ? അതിന് ഹെൽമെറ്റ് ഇല്ലല്ലോ. അല്ല, ഹെൽമെറ്റ് ഇപ്പൊ ഞങ്ങൾ ഇതുവരെ വെച്ച അല്ലേ വന്നത്. അത് അതിന് കുഴപ്പമില്ല, അത് മോഷണ മുതലാണ്. ഇതിന്റെ കാര്യങ്ങൾ പറയാൻ മനസ്സിലാകാത്ത? എടോ, നിങ്ങൾ ഇതുവരെ വന്നപ്പോ നിങ്ങൾക്ക് 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വണ്ടിയിൽ പോണ്ടേ? അതിന് ഒരാൾക്കല്ലേ ഉള്ളൂ. അപ്പൊ ഒരാൾക്കുണ്ടല്ലോ. ഒരാൾക്കുണ്ട്. പിന്നെന്താണ്? നിനക്ക് പോണ്ടേ? നിനക്ക് പോണെങ്കിൽ ഹെൽമെറ്റ് വേണം. ഞാൻ നടന്നു പോയിക്കോളാം, അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ? അല്ല, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പൊ വേണ്ട, അപ്പൊ കുഴപ്പമില്ല. നീ പോയിക്കോളി, നീ നടന്നു, ഞാൻ നടന്നു. അല്ല, നിക്ക്. ആ പേര് ഡ്രസ്സൊക്കെ പറ. എന്താ പേര്? പേര് ശീതളൻ. ഒരു ശീതളനുള്ളൂ സാറേ. വീട്ടുപേര്? ഒരു കഷ്ടം. ശന്തര? അല്ല, വീട്ടുപേര് താഴത്തേത്. ശന്തര താഴ? ഇല്ല സാറേ, താഴത്തേതിൽ മാത്രമേ ഉള്ളൂ. താഴത്തേത്. പോസ്റ്റ് ഇത് തന്നെ, ഈ പോസ്റ്റ് തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്, ഏതെന്ന് പറയണം സാറേ. ഇത് ഒരു പോസ്റ്റ് സാറേ. നമ്മുടെ വാർന്ന് പറയാൻ മതി സാറേ. ഒന്നും ബേജാറുണ്ടോ? ഞാൻ ഒറ്റ എടുക്കലുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട. ജസ്റ്റ് മിസ്സായി പോയി. സാറേ എന്ത് പണിയാ സാറേ കാണിച്ചത്? സാറേ അത് അയാളുടെ മേത്തോണ്ട് വരുന്നില്ല. അവന്മാര് തോന്നിയാസം കാണിച്ചിട്ട് പോയണ്ടല്ലേ, പോലീസുകാരെ കൈ കാണിച്ച വണ്ടി നിർത്തണം. സാറേ നിർത്തിയില്ലാന്ന് വെച്ചാൽ ലാത്തിക്കൊക്കെ എറിഞ്ഞ ആളുടെ തലയെ കൊണ്ട് അയാൾ ചത്തൂലേ? കൊള്ളണം. കൊള്ളാനോട് അറിയണേ. അത് എന്ത് പരിപാടിയാണ് സാറേ? എന്ത് മര്യാദ ഇത്?
നീ പോലീസുകാരെ നീ ചോദ്യം ചെയ്യാൻ നിൽക്കല്ലേ പോ നീ നിന്റെ പണി നോക്ക്. സാറ് എടാ പോടാന്നൊന്നും വിളിക്കണ്ട കേട്ടോ. അത് സാറിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. പിന്നെ നിന്നെ സാറിന് വിളിക്കണം. അല്ല പിന്നെ സാറൊന്നും വിളിക്കണ്ട, താങ്കൾ എന്ന് വിളിക്കണം സാർ. സൗകര്യം അല്ലെങ്കിലോ അങ്ങനെ വിളിക്കാൻ വിളിക്കാൻ സാറിന് അധികാരമില്ല. യൂണിഫോം ഇട്ടിട്ട് എടാന്ന് ഒരാളെ വിളിക്കാൻ പാടില്ല. സാർ താങ്കൾ സാറ് വിളിച്ച കേട്ടില്ലേ? പോലീസുകാരെ നിയമം പഠിപ്പിക്കാന്ന് പറഞ്ഞു. സാറ് നിയമം തെറ്റിച്ചാൽ പഠിപ്പിക്കണം. സാറിന്റെ പേരെന്താ? മന്മഥൻ എന്നല്ലേ? സുഗതൻ, സത്യശീലൻ എന്നല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഫോട്ടോ എനിക്ക് എന്താ ചെയ്യേണ്ടത്? പോലീസുകാര് സാറ് വർത്താനം പറയണ്ട. പോലീസുകാർക്ക് കളിക്കാൻ പറഞ്ഞ ലാത്തി എടുത്തിട്ടുണ്ട് സാർ. എടുത്തിട്ടോ. കിട്ടി സാറേ.